ഞാനിന്ന് ഒരു സൂപ്പർ വൈറലായ ഒരു ഫേസ് മാസ്ക് ആണ് ട്രൈ ചെയ്യാൻ പോണത്. ആദ്യം തന്നെ അതിനായിട്ട് വേണ്ടത് എഗ് വൈറ്റ് ആണ്, പിന്നെ വേണ്ടത് കോഫി പൗഡർ, പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിനൊരു സ്ലൈമി കൺസിസ്റ്റൻസിയാണ് ആ എഗ് വൈറ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അതുപോലെ ഒരു എന്തോ പോലൊരു സ്മെല്ലുമാണ്. പിന്നെ നമ്മൾ ഈ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ടിഷ്യൂ ഒക്കെ പീസാക്കി കട്ട് ചെയ്ത് വെക്കണം. ഒരുപാട് ചെറിയ പീസാക്കരുത്. നമ്മുടെ ആ ഫേസിൻ്റെ ഒരു ഇതനുസരിച്ചുള്ള പീസുകളാക്കി കട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും നമ്മൾ ഇട്ടതിന് ശേഷം കട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് റീഅപ്ലൈ ചെയ്യണം. ഒന്നുകൂടെ അതിൻ്റെ പുറത്തൂടെ റീഅപ്ലൈ ചെയ്യണം. റീഅപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 to 15 മിനിറ്റ്സ്, കാരണം അത് ഡ്രൈ ആവണം, നല്ലോണം ഡ്രൈ ആവണം. 10 to 15 മിനിറ്റ്സ് ഡ്രൈ ആവാനായിട്ട് വേണം. കാരണം ആ ഡ്രൈ ആവുമ്പോൾ മാത്രമേ അത് റിമൂവ് ചെയ്യും ആ ഒരു എഫക്റ്റ് കാണും. കാരണം നമുക്കിപ്പം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോകണം അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും അത് ആ ഡ്രൈ ആയിട്ട് റിമൂവ് ചെയ്യുമ്പോഴുള്ളൂ. പിന്നെ ചെറിയ ഒരു പെയിൻ കാണും. എനിക്കിത് ഫീൽ ചെയ്തെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ മൂക്കിലാണ് ഒരു പെയിൻ ഫീൽ ചെയ്തത്. അത് പക്ഷേ പ്രശ്നമില്ല, നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഫേസ് വാഷ് ചെയ്തു. നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്കിൻ സത്യം പറഞ്ഞാൽ നല്ല സോഫ്റ്റായി നല്ല സ്മൂത്തായി സ്കിൻ. അതുപോലെ തന്നെ ടാനൊക്കെ റിമൂവായി. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ നോസിലും സ്കിന്നിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യും. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവും. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ കോഫിയാണ് ഇടുന്നത്. അപ്പം കോഫി ഇടുമ്പോൾ ഉറപ്പായിട്ടും സ്കിൻ കുറച്ച് ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പോഴത്തേക്കും മോയ്സ്ചറൈസർ എന്തെങ്കിലും ഇടണം, അല്ലെങ്കിൽ ആ ഒരു ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യും.